ആ മനീഷ് സിസോദിയനെ ജയിലിലിട്ടല്ലോ, നമ്മുടെ കെജ്രിവാളിനെ ജയിലിലിട്ടല്ലോ, മാസങ്ങളോളം ജയിലിലിട്ടല്ലോ. വേറൊരു കേസിൽ പ്രതിയായ ഒരാൾക്ക് നമ്മുടെ EDക്ക് മുമ്പിൽ മൊഴി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയെ എത്ര ദിവസമാണ് ജയിലിലിട്ട്? എത്ര ദിവസം ജയിലിലിട്ടു? ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ ജയിലിലിട്ടത്? ഇവിടെ കുറ്റപത്രം ഉണ്ടായിരുന്നോ? കുറ്റപത്രം ഇല്ലാതെയല്ലേ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ജയിലിലിട്ടത്? ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ ജയിലിട്ടിരുന്നില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലല്ലേ? സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച, അതിനുവേണ്ടി കരുനീക്കിയ ED ഇത്രയും വ്യക്തമായ തെളിവ് വെച്ചുകൊണ്ട് BJP ഓഫീസിലെ ആഫീസ് സെക്രട്ടറി കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് വിളിച്ചന്വേഷിച്ചു. അദ്ദേഹം ഇപ്പൊ സ്വകാര്യ കേസ് കൊടുക്കാൻ പോയിരിക്കുക, സ്വകാര്യ കേസ് കൊടുക്കാൻ. നോക്കൂ, സ്വകാര്യ അന്യായം കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുന്നത് എന്തുകൊണ്ടാ? അന്വേഷണ ഏജൻസിയുടെ പരാജയത്തിന്റെ ഭാഗമായിട്ടല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുക? എങ്ങനെ ED പെരുമാറിക്കൊണ്ടിരുന്നത്? ED എന്ന് പറഞ്ഞാൽ എന്താ? മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കാര്യങ്ങളാണല്ലോ പരിശോധിക്കുക. വലിയ ഉത്തരവാദിത്ത, ചെറിയ ഉത്തരവാദിത്തമൊന്നുമില്ല EDക്കുള്ളത്. മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ നിയമം നമ്മളെ സമ്പദ്ഘടനയിലേക്ക് രണ്ട് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ രണ്ട് കാര്യം എന്താ? ഭീകരവാദം ശക്തിപ്പെടാതിരിക്കാൻ, തീവ്രവാദം ശക്തിപ്പെടാതിരിക്കാൻ, ആ ശക്തികൾ നമ്മുടെ സമൂഹഘടനയിലേക്ക് പണം കൊണ്ടുവരുന്നത് തടയാനാണ് പ്രധാനമായിട്ടും PMLA ആക്ട്. എങ്ങനെയാ ലോകത്ത് ഇത്തരം പണം ഉണ്ടാവുന്നത്? ഇപ്പൊ കൊള്ളക്കാട്ട് വന്നില്ലേ? ആ പണം എങ്ങനെ ഉണ്ടാവുന്നതാ? ആ പണം രണ്ട് കാര്യത്തിലൂടെയാണ് ലോകത്ത് ഉണ്ടാവുന്നത്. ഒന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരി, മയക്കുമരുന്നിന്റെ വലിയ വിപണനം ലോകത്ത് നടക്കും. ലോകവ്യാപകമായി ഈ മയക്കുമരുന്ന് വിതരണം നടത്തുന്ന ആരാ? എങ്ങനെയത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്? അത് ലോകത്ത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ വലിയ തോതിൽ ഉപയോഗിക്കും. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനോ വലിയ പണമാണ് ഉണ്ടാവുക. ഇപ്പൊ ലോകത്ത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് മയക്കുമരുന്നിനെ വിട്ടതിന്റെ ചരിത്രം ഞാൻ അപ്പൊ എന്റെ സമയം വരുമ്പോൾ ഇതുമൂലം എനിക്ക് കടന്നുകൂടില്ല. വിയറ്റ്നാമിലെ വിമോചന പോരാട്ടത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം അന്നത്തെ അവിടുത്തെ പ്രതികൂല ശക്തികൾക്ക് ആദ്യം പണം കൊടുത്തൊന്ന് പരിശീലിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വന്തമായി പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവരെ പരിശീലിപ്പിച്ചത് കൊണ്ടാണ് ലോകത്ത് ആദ്യമായിട്ട് മയക്കുമരുന്ന് കച്ചവടവും ഭീകരവാദവും കൂട്ടിച്ചേർത്തത്. അവിടെ നിങ്ങോട്ടുള്ള 100 അനുഭവങ്ങളാണ് അവസാനത്തെ അഫ്ഗാനിസ്ഥാൻ വരെ. മയക്കുമരുന്നിനെ കൂട്ടിയൊലിപ്പിച്ചുകൊണ്ട് ഓരോ സമൂഹഘടനയിലേക്കുള്ള അമേരിക്കൻ ഇടപെടലിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം വളരെ സങ്കീർണമാണത്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ തീവ്രവാദം ശക്തിപ്പെട്ടു വന്ന കാലത്ത്, ഭീകരവാദം ശക്തിപ്പെട്ടു വന്ന കാലത്ത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ഒന്നാമതായി മയക്കുമരുന്നിനെയും രണ്ടാമതായി അനധികൃത ആയുധ വിപണനത്തെ ഉപയോഗപ്പെടുത്തി. അനധികൃത ആയുധങ്ങൾ കടത്തുക, എന്നിട്ട് വിൽക്കുക, അങ്ങനെ കാശുണ്ടാക്കുക. ഇത് ലോകത്തുണ്ടാക്കുന്ന ആപത്തുണ്ട്. ജനാധിപത്യത്തിന് വലിയ ആപത്കരമാണ്, സമ്പദ്ഘടനയ്ക്ക് ആപത്കരമാണ്. ഇത് ഒഴിവാക്കാനാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പാസ്സാക്കിയിടുന്നത്. അല്ലാതെ റോട്ടിൽ കൂടി പോകണം നമ്മളെ രാമൻകുട്ടീനെ പിടിച്ചു കൊണ്ടുപോകണത്. ഇപ്പൊ ഇത് ഒരൊറ്റ പേരുടെ ഒരു ഗുണമുണ്ട്. ഒറ്റ മയക്കുമരുന്നേരനെയും ഒറ്റ ആയുധക്കടത്തുകാരനെയും ഇതുവരെ പിടിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ട് എതിരിലുള്ളവരെ പിടിച്ച് പേടിപ്പിക്കാനുള്ള ഒരു വകുപ്പാക്കി ചുരുക്കി ഇന്ത്യയിൽ BJPയുടെ ഭരണത്തിൽ. അതിനുവേണ്ടിയുള്ള ഏജൻസിയായി ചുരുങ്ങി ഏജൻസി ഇന്ത്യ രാജ്യത്ത്. അത് ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് കരുതിപ്പോകരുത്. അത് തെറ്റാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ യാതൊരു മടിയും കാണിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അതിൽ സംശയിച്ചേക്കരുത്.